ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിൻ്റെ പേരാണ് ഷക്ഷൂക്ക. പേര് കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമാണ്. അവിടെ നിന്ന് വന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഒരു സവോള മീഡിയം സൈസ് ആയിട്ടുള്ളത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബെൽ പെപ്പറാണ്. അത് ഒരു മീഡിയം സൈസ് മതി, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലുതിൻ്റെ പകുതിയാണ്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഗാർലിക് വേണം. ഇതൊരു 3-4 ക്ലോവ്സ് ഗാർലിക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് വെക്കാം. അടുത്തായിട്ട് വേണ്ടത് ഡൈസ്ഡ് ടൊമാറ്റോസാണ്. ഇത് ഇങ്ങനെ ക്യാനിനകത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിത് നാട്ടിലൊക്കെ ഇത് കിട്ടുമോ എന്ന് അറിയത്തില്ല. അത് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ടൊമാറ്റോയും ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ 2 ക്യാനാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യുമീൻ സീഡ്, അതായത് ജീരകം പൊടിച്ചത്. ഇത് 1 ടീസ്പൂണാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. അതും 1 ടീസ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ പപ്രിക്ക, അത് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ചില്ലി പൗഡറാണ്. അതും 1 ടീസ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്രഷ് പെപ്പറാണ്. ഇതും 1 ടീസ്പൂണാണ്. അപ്പം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ ഉപയോഗിച്ചാൽ മതി. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി കുറച്ച് ഷുഗർ വേണം. അതും 1 ടീസ്പൂണാണ്. പിന്നെ സോൾട്ട്, അത് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 4 എഗ്ഗാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ അവസാനം നമുക്ക് കുറച്ച് ചീസ് ഇടാം. അതിനുവേണ്ടി കുറച്ച് മോസറല്ല ചീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള ഇട്ടതിന് ശേഷം ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഗാർലിക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ടേറ്റ് ചെയ്യുക. അതൊന്ന് വാടി വരുന്ന കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് ഇത്രയും മൂത്താൽ മതി. നമ്മൾ ഒത്തിരി ബ്രൗൺ ആകണ്ട കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ബെൽ പെപ്പർ ഇട്ട് കൊടുക്കുകയാണ്. അതോടെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ബെൽ പെപ്പറും ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ഡൈസ്ഡ് ടൊമാറ്റോസ് ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 2 ക്യാനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ രണ്ടും ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് വലിയ പീസൊക്കെ ഒന്ന് നമ്മുടെ തവി കൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ക്യുമിൻ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ചില്ലി പൗഡർ ഇടാം. അതിനുശേഷം പപ്രിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, പിന്നെ ക്രഷ്ഡ് റെഡ് പെപ്പർ. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോ ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ ഇതെല്ലാം കുറേശ്ശെ ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ആ പൊടിയും ഇതിൻ്റെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യാം.
ഏകദേശം ഒരു 1/2 ടീസ്പൂൺ സോൾട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. അതുകൊണ്ട് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി ഇതൊരു 8 to 10 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഓരോ ഹോള് ഇങ്ങനെ ഉണ്ടാക്കണം. അതിനകത്തേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 എഗ്ഗാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 4 ഇതുപോലത്തെ ഹോൾസ് ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്നിലേക്കും ഓരോ മുട്ട നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് എഗ്ഗ് സാധാരണ പോലെ പൊട്ടിച്ചങ്ങ് ഒഴിക്കാം. പിന്നെ അതിനകത്ത് ഷെൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തത്. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ആഡ് ചെയ്തു. ഇനി ഇത് ഇളക്കമൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു 8 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ അത് കൺസിസ്റ്റൻസി എങ്ങനെ വേണോ അതനുസരിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് യോക്ക് റണ്ണിങ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ ഒരു 8 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഞാനിതൊരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം യോക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് മോസറല്ല ചീസ് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന സിലാൻഡ്രോ മല്ലിയില കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയ്ക്ക് പകരം പാഴ്സ്ലിയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷക്ഷുക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബ്രെഡ് സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ആ ബോട്ടം പാർട്ട് ഉണ്ടല്ലോ അത് ഇതുപോലെ മുകളിലാക്കി കട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഒരു സെറേറ്റഡ് നൈഫ് കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ നൈഫാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഓരോ സൈഡിലും നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനിൽ വെച്ച് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബട്ടറൊക്കെ നമുക്ക് തേച്ച് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പീസ് നമുക്കിതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അത് കുറച്ച് നേരം ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് മറിച്ച് വെക്കാം. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനി മറ്റേ സൈഡോട് ഇതുപോലെ ബ്രൗൺ ആക്കി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഷക്ഷുക ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു എഗ്ഗ് ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അതിൻ്റെ കുറച്ച് സോസ് കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ യോക്ക് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും അത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചുകൂടി അത് തിക്കാക്കിയത്. ഇത് കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ഷക്ഷുക? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്? നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.